ഇനി സഭയുടെ 4 ലക്ഷണങ്ങളിൽ ഓരോന്നും പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഒന്ന്, സഭ ഏകമാണ്. സഭ ഏകമാണ് എന്ന് പറയുന്നതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം മാത്രം ശ്രദ്ധിക്കാം. അത് ലോകത്ത് 40,000-ൽ പരം സഭകളുണ്ട്. 40,000-ൽ പരം സഭകളുണ്ട്. അത്രയും സഭകളുണ്ടെങ്കിലും ഈശോ സ്ഥാപിച്ച ഒരു സഭയേ ഉള്ളൂ. അതാണ് സഭ ഏകമാണ് എന്നതിന് അർത്ഥം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. മത്തായി 16:18 ഈശോ പറഞ്ഞു, പത്രോസ് എന്ന ഈ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭ, സിംഗുലറാണ്, സഭ ഞാൻ സ്ഥാപിക്കും. അപ്പം ഈശോയുടെ വചനമനുസരിച്ച് ഒറ്റ സഭയേ ഉള്ളൂ, സത്യസഭ. അതേതാണെന്ന് എങ്ങനെ അറിയും? കത്തോലിക്ക സഭയാണ് സത്യസഭയെങ്കിൽ അതിന് തെളിവെന്താണ്? അതിന് ഒരു തെളിവ് ഇത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ മാർപ്പാപ്പ എത്രാമത്തെ മാർപ്പാപ്പയാണ്? ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രാമത്തെ മാർപ്പാപ്പയാണ്? എന്തോ 266. 266 കണ്ണികളുള്ള ഒരു ചങ്ങല ഭാവനെ കാണുക. 266 കണ്ണികളുള്ള ഒരു ചങ്ങല. അതിൻ്റെ 266-ാമത്തെ കണ്ണികയെ പിടിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പ, 65 ബെനഡിക്ട് പാപ്പ, 64 ജോൺ പോൾ പാപ്പ, 61 ജോൺ 1-ാമൻ, 62 പോൾ 6-ാമൻ, 61 ജോൺ 23-ാമൻ. അങ്ങനെ പോവുകയാണ്. പുറകോട്ട് പോയി അതിന് 1-ാമത്തെ കണ്ണി പിടിച്ചിരിക്കുന്നത് പത്രോസ് മാർപ്പാപ്പയാണ്. നമ്മുടെ നാട്ടിലുള്ള പെന്തക്കോസ്ത് വാസന്തയിൽ നമ്മളൊരു ചങ്ങല കൊടുക്കുക. ആ ചങ്ങലയിൽ അദ്ദേഹവും ഭാര്യയും പിടിക്കാൻ കാണുള്ളൂ. ആകപ്പാടെ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങളുടെ സഭയാണ് ഏക സത്യസഭ എന്ന് പറയുന്നത്. അപ്പം തെളിയിക്കാൻ എന്താ ചെയ്യേണ്ടത്? കാണട്ടെ. നിങ്ങളെ സഭ പുറകോട്ട് പോയി അപ്പോസ്തലന്മാർ ചെല്ലുപോയെന്ന് കാണിച്ചു തന്നെ. അപ്പോഴാണ് ഈശോ സ്ഥാപിച്ച ഏക സഭ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നിലകൊള്ളുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പം ഈശോ ഒരു സഭയെ സ്ഥാപിച്ചിട്ടുള്ളൂ. മറ്റ് സഭകളെല്ലാം ചരിത്രത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ പലവിധ ഉദാഹരണത്തിന് ആംഗ്ലിക്കൻ സഭ. ഹെൻറി 8-ാമൻ എന്ന രാജാവിന് തൻ്റെ ഭാര്യ ഉള്ളപ്പോൾ തന്നെ ഭാര്യയുടെ കൂട്ടുകാരിയെ കൂടി വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് ഒരു ജഡികമായ പ്രലോഭനത്തിൽ നിന്ന് ആരംഭിച്ച സഭയാണ് ആംഗ്ലിക്കൻ സഭ. നമ്മുടെ കേരളത്തിലുള്ള CSI എന്നൊക്കെ പറയുന്ന സഭയുടെ ആരംഭം അങ്ങനെയാണ്. ലോകത്തുള്ള 10-35,000-ഓളം വരുന്ന പെന്തക്കോസ്ത് സഭകളുടെ ഉത്ഭവം മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഒരു ഡോക്ടറേറ്റ് ഉള്ള അച്ഛന് അല്പം തലതിരിഞ്ഞു കഴിഞ്ഞപ്പോൾ സഭ വിട്ടുപോയി. അങ്ങനെ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം ആരംഭിച്ചപ്പോൾ ആരംഭിച്ച ആ സഭകളിൽ നിന്നാണ് ഈ പെന്തക്കോസ്റ്റൽ പ്രൊട്ടസ്റ്റ് സഭകളൊക്കെ ആരംഭിക്കുന്നത്. അതായത് മറ്റ് സഭകളെല്ലാം ലോകത്ത് കാണപ്പെടുമ്പോഴും അതെല്ലാം കത്തോലിക്ക സഭയിൽ നിന്ന് ഒരു രീതി അല്ലെങ്കിൽ മറ്റു രീതിയിൽ മുറിഞ്ഞു പോയി പിളർന്നു പോയവയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മാതൃസഭയായി നിലകൊള്ളുന്നത് ഏകസഭയായ പരിശുദ്ധ കത്തോലിക്ക സഭയാണ്. അപ്പൊ സഭ ഏകമാണ് എന്നതിൻ്റെ ഒരർത്ഥമാണ് പറഞ്ഞത്. രണ്ടാമത്തെ സഭ ഏകവും പരിശുദ്ധ ലാസ്റ്റ് പറയാം. അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. സാർവത്രികം എന്ന് പറഞ്ഞ രണ്ടർത്ഥമുണ്ട്. സാർവത്രികവും കാതോലികവും ഒന്ന് തന്നെയാണ്. ലോകമൊട്ടാകെയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്നത്, ഉൾക്കൊള്ളാനുള്ളത് എന്നർത്ഥമാണ്. ഇത് ശ്രദ്ധിച്ചോണം. സഭയ്ക്കുള്ള 4 ലക്ഷണങ്ങൾ നമ്മുടെയും ലക്ഷണമായിരിക്കും. സഭയ്ക്കുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ ഏകമാണെന്ന് പറയുമ്പോൾ ആ ഏക സത്യസഭയുടെ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള, ഏക വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രതിജ്ഞാബദ്ധത നമുക്ക് കാണും. ഇതുമാണെന്ന് പറഞ്ഞ വഴ നമ്മൾ പോകാൻ വേണ്ടി പാടില്ല. ഒറ്റ സഭയേ ഉള്ളൂ. പെന്തക്കോസ്ത് സഭയും കത്തോലിക്ക സഭയും ഒന്നല്ല. ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും ഒന്നല്ല. അടുപ്പമുണ്ടെങ്കിലും ഒത്തിരി കുറച്ച് വ്യത്യാസമുണ്ട്. സഭ ഏകമാണെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ആ ഏകസഭയുടെ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു പ്രതിജ്ഞാബദ്ധത നമുക്ക് ഉണ്ടാകണം. ഇനി സഭ കാതോലികമാണ്. 2 ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് അത് ക്ലോസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനത്തിൽ ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ പിന്നെ വായിച്ചു നോക്കാം. 10-9 മുതൽ പിന്നെ വായിച്ചാൽ മതി. അവിടെ പത്രോസ് തൻ്റെ പ്രാർത്ഥിക്കാൻ വേണ്ടി പത്രോസ് മട്ടുപ്പാവിലേക്ക് പോവുകയായിരുന്നു. മട്ടുപ്പാവിലേക്ക് പോകുമ്പോൾ അവിടെ ഇരിക്കുന്നത് 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ദ പ്രയർ എന്ന് പറഞ്ഞു. ദ പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാമപ്രാർത്ഥനയാണ്. ദ പ്രയർ
നമ്മൾ ഇടയ്ക്ക് ചെല്ലുന്ന സുഹൃദേവങ്ങളൊന്നുമല്ല. സമയാസമയത്ത് പ്രാർത്ഥിക്കണമെന്ന് സഭ നിഷ്കർഷിക്കുന്ന പ്രാർത്ഥന ഉദ്ദേശിക്കുന്നത് ദ പ്രയർ. അപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത പ്രാർത്ഥനയാണ് ഉദ്ദേശിക്കുന്നത്, ലിറ്റർജിക്കൽ പ്രയറാണ്. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് പത്രോസിന് വിശന്നു. നമ്മൾക്ക് മറ്റ് പണികളെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വിശന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ സാറ് ചെയ്യാറുള്ളത്, നമ്മൾ ആശയിളക്കി അല്ലേ, പ്രാർത്ഥനയുടെ നീളം കുറച്ചാലും ഗുണം കുറച്ചാലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പത്രോസ് ചെയ്തത് ഇത്ര പ്രധാനപ്പെട്ട പ്രാർത്ഥനാ സമയമായിട്ടും അദ്ദേഹം പ്രാർത്ഥന ഉപേക്ഷിച്ചിട്ട് പോയി ഭക്ഷണം തയ്യാറാക്കി. ആ പ്രാർത്ഥന വേണ്ടാന്ന് വെച്ചിട്ട് പുള്ളി പോയി ഭക്ഷണം തയ്യാറാക്കി. ആ ഭക്ഷണം തയ്യാറാക്കുന്ന സമയത്താണ് സഭാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൈവിക വെളിപാട് ലഭിക്കുന്നത്. യഹൂദന്മാരോടൊപ്പം തന്നെ വിജാതിയരും യേശു ക്രിസ്തുവിൽ പങ്കാളികളാണെന്നുള്ള ആ വെളിപാട് ലഭിക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കിയപ്പോഴാണ്, ഉപവസിച്ചപ്പോഴല്ല. ആ ഒരു ഭാഗത്തിന് ഒത്തിരി ആത്മീയ മർമ്മങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം ഇനി ഇമ്മാനുവലാണ്. ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദൈവിക വെളിപാട് സ്വീകരിക്കാൻ പറ്റും. അത് അൽമാൻ എന്ന നിലയിൽ നിങ്ങൾ ഏത് ജോലി മേഖലയിൽ ആയിരുന്നാലും നിങ്ങൾക്ക് ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടി പറ്റും. ഇവിടെയുള്ള പലരുടെയും വിഷമം അതാണ്. ധ്യാനമൊക്കെ നന്നായിട്ടുണ്ട്, നല്ല ബോധ്യങ്ങൾ, വിവാഹം കഴിക്കാതെ വല്ലാതെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ നോക്കാമായിരുന്നു. കത്തോലിക്കാ സഭയിൽ 99.99% അൽമായരാണ്. 1% അച്ഛന്മാരും മെത്രാന്മാരും സിസ്റ്റേഴ്സും 1% പോലും ഇല്ല. ഈശോ മിശിഹ ഭൂമിയിലേക്ക് വന്നത് വിശുദ്ധരെ ജനിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ 99% പേര് നരകത്തിൽ പോകും. ഈശോ കൊണ്ടുവന്ന സുവിശേഷം ഈ 99-100 വേണ്ടിയാണ്. അതിനുള്ള വഴി ഈശോ പറഞ്ഞു, പിതാവേ, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇവർ വിവാഹബന്ധം വേറൊട്ടല്ല ഞാൻ പറയുന്നത്. ഇവർ ജോലി രാജിവെക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെയോ അങ്ങയുടെ കൃപയാൽ ഇവർ ദുഷ്ടനിൽ നിന്ന് സംരക്ഷിക്കപ്പെടണം. പാപം നിറഞ്ഞ ലോകത്തിൽ കുടുംബജീവിതം നയിക്കുന്നവർക്ക് വിശുദ്ധരാകാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ആ പ്രത്യേക വഴിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനാണോ പിശാചിനാണോ ശക്തി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പറയും പരിശുദ്ധാത്മാവിനാണോ. പരിശുദ്ധാത്മാവിനാണെങ്കിൽ ഏത് സാഹചര്യങ്ങളും നമ്മളെ വിശുദ്ധരാക്കാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. അപ്പൊ അതിന്റെ സൂചനയാണത്. ഏത് സാഹചര്യങ്ങളിലും ഇനി ആത്മാർത്ഥതയുള്ളവർക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റുമെന്നതാണ്. ഭക്ഷണം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ, വെറുതെ പറയുന്നല്ല കേട്ടോ, പരിശുദ്ധാത്മാവേ. പണ്ട് പത്രോസ് അപ്പോസ്തലൻ ഭക്ഷണം പാകിയ സമയത്ത് ദൈവാനുഭവം നൽകിയില്ലേ? പ്രാർത്ഥിക്കണം, അങ്ങനെ പ്രാർത്ഥിക്കണം. അങ്ങനെ പത്രോസിന് കിട്ടിയ വെളിപാടെന്ന് അറിയാമോ? ഇതാ ആകാശത്ത് നിന്ന് ഒന്ന് വായിച്ചേ, 10-ാം അധ്യായം. സ്വർഗം തുറന്നിരിക്കുന്നതും വലിയ വിരിപ്പ് പോലുള്ള ഒരു പാത്രം, 4 കോണെന്നുള്ള ഭൂമിയുടെ 4 ദിക്കാണ്, സാർവത്രികം, 4 ദിക്കിലും പിടിച്ച് കണ്ടു. വായിച്ചോ. ഭൂമിയിലെ എല്ലാത്തരം ആരെയും ഒഴിവാക്കുന്നില്ല, എല്ലാത്തരം നാൽക്കാലികളും ഇഴജന്തുക്കളും ആകാശപ്പറവുകളും എല്ലാം ഇപ്പം ഇരിക്കുന്ന മൃഗങ്ങളെ പോലെയാണ്. പിന്നെ എല്ലാം ഇനി മനുഷ്യക്കോലമാക്കി എടുക്കണം. പക്ഷെ എല്ലാത്തിനും പിടിക്കണം, എല്ലാത്തിനും. ഇത് കൃത്യം പത്രോസിനടുത്തേക്ക് വന്ന് ഓർമ്മിക്കണം. കൃത്യം പത്രോസിലാണ്. പത്രോസ് ഇവിടെ കത്തോലിക്കാ സഭയുടെ പ്രതീകമാണ്. മാർപ്പാപ്പ എപ്പോഴും കത്തോലിക്കാ സഭയുടെ ഒരു പ്രതീകമാണ്. അപ്പോൾ പത്രോസ് മുന്നിലേക്ക് തന്നെ ഈ വെളിപാട് വരികയാണ്. പത്രോസ് പറയാം, ഇവയെല്ലാം കൊന്നു ഭക്ഷിക്കുക, ഇവയെല്ലാം നീ ഉൾക്കൊള്ളുക. പത്രോസ് പറഞ്ഞു, ഇല്ല, ഞാൻ യഹൂദി ജന്തുവിനെ മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ പുത്രന്റെ ബലി വഴി ഞാൻ സമസ്ത ലോക ജനപദങ്ങളെയും വിശുദ്ധീകരിച്ചിരിക്കുന്നതിനാൽ നീ ഇനി ഒന്നിനെയും അശുദ്ധമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. ഒരു കത്തോലിക്ക വിശ്വാസി, ഇസ്ലാം മത വിശ്വാസിയാകട്ടെ, ഹിന്ദു മത വിശ്വാസിയാകട്ടെ, ആരെയും ആകട്ടെ, ഇനി അശുദ്ധനെന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത് ഹൃദയത്തിൽ. ഈശോ മിശിഹ വഴി രക്ഷിക്കപ്പെട്ടു, രണ്ടും വേർതിരിച്ച് കാണണം കേട്ടോ. ഈശോ മിശിഹ വഴി രക്ഷിക്കപ്പെട്ടതാണ്. അവൻ തിരിച്ചറിഞ്ഞ് അതിലേക്ക് വരണം.
അതിന് നമ്മൾ സഹായിക്കണം. നമ്മൾ ഇതാണ് കത്തോലിക്ക സ്വഭാവം എന്ന് പറയുന്നത്. എല്ലാവരും ഉൾക്കൊള്ളണം, എല്ലാവരെയും. നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു വൈദികനെ ഒരു ഇടവകയിലേക്ക് മെത്രാൻ അയക്കുമ്പോൾ ആ ഇടവകയിലുള്ള കത്തോലിക്ക വിശ്വാസികളുടെ അച്ഛനായിട്ടല്ല, ആ ഇടവകയിലുള്ള ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും പെന്തക്കോസ്തക്കാരെയും ആ ഏരിയയിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാം പാസ്റ്ററായിട്ട് അയക്കുന്നത്. കത്തോലിക്ക സഭയിലുള്ളവർ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയും അല്ലാത്തവരെ സഭയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുമാണ് അയക്കപ്പെടുന്നത്. എല്ലാവരെയും ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട്. ഇനി ഒരിക്കൽ ഇസ്രായേലിൽ പോയ സമയത്ത്, വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഇസ്രായേൽ തീർത്ഥാടനം പോയ സമയത്ത്, ഈ ഗലീലി തടാകത്തിൽ കൂടി ഒരു ബോട്ടിംഗ് ഉണ്ട്. പോയിട്ടുള്ളവർക്കറിയാം, ഒരു ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് അതിൻ്റെ ഗൈഡ് ഒരു ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. ഞങ്ങൾ ആരും അങ്ങോട്ടൊന്നും ചോദിക്കാതെ തന്നെ അയാൾ പറയുകയാണ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അല്ല ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ തടാകത്തിൽ ഒരു ഗവേഷണം നടത്തിയപ്പോൾ ഒരു കാര്യം കണ്ടുപിടിച്ചു. 153 ടൈപ്പ് മത്സ്യങ്ങൾ മാത്രമേ ഈ തടാകത്തിലുള്ളൂ എന്ന് പറഞ്ഞു. 153, 152 ഇല്ല, 154 ഇല്ല. പിന്നെ 153 പ്രത്യേകം എന്താണ്? ഉത്ഥാനശേഷം പത്രോസ് ആദ്യം ആ തടാകത്തിൽ വരയിട്ടപ്പോൾ പത്രോസിന്റെ വരയിലേക്ക് 153 കയറി. എല്ലാത്തിനെയും പിടിച്ചു. പത്രോസ് സൂചനയാണ്, പത്രോസ് എല്ലാത്തിനെയും പിടിക്കേണ്ടതാണ്. ഇനി സഭ പഠിപ്പിക്കുന്ന ഒരു നല്ല ഉദാഹരണമുണ്ട്. പത്രോസ് ശ്ലീഹ പെന്തക്കോസ്താ ദിവസം അറമായ ഭാഷയിൽ സംസാരിച്ചപ്പോൾ ആരെല്ലാം കേട്ടു? ലോകത്തുള്ള എല്ലാ ജനപദങ്ങളിലും പെട്ട യഹൂദർ അവിടെ ഉണ്ടായിരുന്നു. ഓരോരുത്തരും താങ്കളുടെ ഭാഷയിൽ, അറമായ ഭാഷയിൽ പത്രോസ് പറഞ്ഞത് എല്ലാവരും അവരവരുടെ ഭാഷയിൽ കേട്ടു. ഭാഷകളെ രൂപാന്തരം വരുത്തി എല്ലാവരെയും പത്രോസിന്റെ ആശയങ്ങളിലേക്ക് കൊണ്ടുവന്നു. സഭ പഠിപ്പിക്കുകയാണ്, പെന്തക്കോസ്താ ദിനം ഭാഷകളുടെ വിസ്മയം നടന്നു. ആദ്യ ദിനം തന്നെ തിരുസഭ എല്ലാവർക്കും വേണ്ടിയുള്ള സാർവത്രിക സഭയാണെന്ന് അന്ന് തന്നെ വെളിപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തേർഡ് വൺ, സഭ ശ്ലൈഹികമാണ്. മൂന്നാമത്തേതായിട്ട് സഭ ശ്ലൈഹികമാണ്. സഭ ശ്ലൈഹികമാണ് എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. അതിലൊരർത്ഥം, ശ്ലൈഹികം എന്ന വാക്കിന് മറ്റൊരർത്ഥം അപ്പസ്തോലികം എന്നാണ്. അപ്പസ്തോലികമാണ്, ശ്ലൈഹികമാണ്, അപ്പസ്തോലികമാണ്. ഒന്നാമത്തെ അപ്പസ്തോലിന്റെ പേര്, ആദ്യ അപ്പസ്തോലിന്റെ പേര് എന്താണ്? ആദ്യ അപ്പസ്തോലിന്റെ പേരാണ് ഈശോ. എന്റെ പിതാവ്, അപ്പോസ്തലൻ എന്ന വാക്കിനർത്ഥം അയക്കപ്പെട്ടവൻ. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ മാമോദീസ വഴി ഒന്നുചേരുന്ന എല്ലാവർക്കും ഈ അപ്പോസ്തോലിക ദൗത്യം ലഭിച്ചിട്ടുണ്ട്. അതാണ് സഭ അപ്പോസ്തോലികമാണ് എന്നതിന്റെ ഒരർത്ഥം.